ഹായ് ഹലോ. ഇന്നൊരു പേപ്പർ ക്രാഫ്റ്റാണ്, അതും ഒരു പേപ്പർ ടോയ്. നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. കമോൺ ഗൈസ്. ഏതെങ്കിലും ഒരു ബുക്ക് എടുക്കുക, അതിൽ നിന്നൊരു ഷീറ്റ് പേപ്പർ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഇതിലാണ് ഇന്ന് നമ്മുടെ കലാവിരുത്. ഇനി ഇഷ്ടമുള്ള കുറച്ച് കളേഴ്സ് എടുക്കാം. അത് സ്കെച്ചോ വാട്ടർ കളറോ ക്രയണോ ഏതെങ്കിലും കളർ. ഞാൻ അത് ആദ്യം റെഡ് കളർ എടുത്ത് പേപ്പറിൻ്റെ ബോർഡിൽ ആദ്യം ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ പെർഫെക്റ്റ് ഒന്നും ആവണ്ട, ജസ്റ്റ് ഇതുപോലൊരു ബോർഡർ ഇങ്ങനെ അടിച്ചു കൊടുത്താൽ മതിയാവും. ഇനി ഇതുപോലെ തന്നെ ഈ പേപ്പറിൻ്റെ ഓപ്പോസിറ്റ് സൈഡും ഒരു ബോർഡർ പോലെ ഇതുപോലെ റെഡ് കളറിന് അടിച്ചു കൊടുക്കുക. ഇതാ കാണുന്നില്ലേ, ഇതുപോലെ. ഇനി സെക്കൻഡ് ബോർഡർ യെല്ലോ കളർ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ അടിക്കാം. ഞാൻ എൻ്റെ ഇഷ്ടത്തിനാണ് ഇവിടെ കളർ എടുത്തത്. നിങ്ങളുടെ ഇഷ്ടത്തിന് ഏത് കളറും നിങ്ങൾക്ക് അടിക്കാം. ദ സെക്കൻഡ് ബോർഡറും രണ്ട് സൈഡും ഇതുപോലെ യെല്ലോ കളർ കൂടി ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. തേർഡ് ബോർഡറായിട്ട് ഒരു ഗ്രീനും, ഫോർത്ത് ബോർഡറായിട്ട് ഒരു ബ്ലൂവും, ഫിഫ്ത്ത് ബോർഡറായിട്ട് പിങ്ക് കളറും ഞാൻ അടിച്ചു കൊടുത്തിട്ടുണ്ട്. പേപ്പറിൻ്റെ സെൻറ്ററിൽ അങ്ങനെ പ്രത്യേകിച്ചൊന്നും അടിക്കേണ്ടതില്ല. നമുക്ക് രണ്ട് ബോർഡറിലും മാത്രം ഇഷ്ടമുള്ള കളർ ഇങ്ങനെ അടിച്ചു കൊടുക്കാം. ഇനി പ്ലെയിൻ ആയിട്ടുള്ള ഒരു വൈറ്റ് പേപ്പർ എടുക്കുക. അതും ഇത്തിരി കട്ടിയുള്ള പേപ്പർ എടുക്കുന്നതാണ് കൂടുതൽ നല്ലത്. ഇനി ഈ വൈറ്റ് കളർ പേപ്പറിൽ നമുക്കൊരു ക്ലൗഡ് ഇങ്ങനെ വരച്ചു കൊടുക്കാം. ശേഷം അതൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ക്ലൗഡ് തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും പിക്ചർ ഇതുപോലെ വരച്ച് കട്ട് ചെയ്ത് മാറ്റിയാലും കുഴപ്പമില്ല. ഞാൻ വെട്ടി മാറ്റിയ നമ്മുടെ ക്ലൗഡിൽ കണ്ണും വായും പിന്നെ ഇതാ കവളിൽ രണ്ട് ക്യൂട്ടായിട്ട് തോന്നാൻ രണ്ട് റെഡ് കളർ രണ്ട് ബോൾസും ഇങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ട് ഐസ്ക്രീം സ്റ്റിക്കിൻ്റെ ആവശ്യം കൂടിയുണ്ട്. നമുക്കിനി ആദ്യം നമ്മൾ കളറടിച്ച ആ പേപ്പർ ഒന്ന് എടുക്കാം. ജസ്റ്റ് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. ഒന്നിൻ്റെ ഫ്രണ്ടിലോട്ടും ജസ്റ്റ് ഓപ്പോസിറ്റ് അതിൻ്റെ ബാക്ക് സൈഡിലോട്ടും ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കാം. അങ്ങനെ ആ പേപ്പർ മൊത്തം നമുക്കിതുപോലെ മടക്കിയെടുക്കണം. കണ്ടില്ലേ? എന്നിട്ട് നമ്മുടെ ആ മടക്കിയെടുത്ത ആ പേപ്പർ പരസ്പരം ഇതുപോലെ ഒന്ന് കൂട്ടിച്ചേർക്കാം. ഇപ്പോൾ ആ പേപ്പർ കാണാൻ തന്നെ നല്ലൊരു ക്യൂട്ട് ലുക്കായിട്ടുണ്ട്. ഇനി ഈ മടക്കിയ പേപ്പറിൻ്റെ സെൻട്രലായിട്ട് ഒരു റബ്ബർ ബാൻഡ് എടുക്കുക. അതിങ്ങനെ നടുക്കിലോട്ട് ഒരു കെട്ടിട്ട് കൊടുക്കുക. കണ്ടില്ലേ? കെട്ടിട്ടതിന് ശേഷം ഏതെങ്കിലും ഒരു വശത്തോട്ട് ഇങ്ങനെ രണ്ടായിട്ട് മടക്കുക. നമ്മൾ മടക്കുന്ന ഭാഗത്തിൻ്റെ രണ്ട് സൈഡും നിങ്ങൾക്കിത് കാണുമ്പോൾ നന്നായിട്ട് മനസ്സിലാവും. ഏതെങ്കിലും ഒരു പശ തേച്ച് രണ്ട് സൈഡ് ഇതുപോലെ വൃത്തിയായിട്ടൊന്ന് കൂട്ടി ഒട്ടിക്കണം. ഇപ്പോൾ ഇതാ ഒരു മയിൽപ്പീലി വിടർത്തിയ ലുക്കായില്ലേ. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ഐസ്ക്രീം സ്റ്റിക്ക്. അതും കൂടി ഒന്നെടുത്ത് രണ്ട് ഐസ്ക്രീം സ്റ്റിക്കിലും പശ തേച്ച് നമ്മുടെ പേപ്പറിൻ്റെ ഒട്ടിക്കാത്ത ആ രണ്ട് ഭാഗങ്ങളിലേക്ക് എന്ത് ചെയ്യാം, ഈ സ്റ്റിക്കും കൂടി ഒട്ടിച്ചു കൊടുത്താൽ ഏകദേശമൊക്കെ റെഡിയായി. ഭയങ്കര സിമ്പിളാണ് കേട്ടോ ഈ പേപ്പർ ക്രാഫ്റ്റ് ചെയ്യാൻ. ഇനി നമുക്ക് ഒന്നുമില്ല, ഫൈനലായിട്ട് നമ്മൾ നേരത്തെ ചെയ്ത നമ്മുടെ ക്ലൗഡില്ലേ, ആ ക്ലൗഡും കൂടി ഈ പേപ്പറിൻ്റെ സെൻട്രലായിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുത്താൽ മതി. നമ്മുടെ പേപ്പർ ടോയ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമായില്ലേ എല്ലാവർക്കും? ഭയങ്കര സിമ്പിളാണ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.